പറഞ്ഞ അതൊക്കെ ഉണ്ടോ? ഇത് ഇവര് ചുമ്മാ പറയുന്നതാണ്. പത്രോസിന്റെ സിംഹാസനം എന്നൊക്കെ പറയൂലേ, അതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ? പിന്നെ അല്ലെ ഈ പത്രോസ് റോമിലായിരുന്നോ പ്രവർത്തനം? അല്ല, ഈ അന്ത്യോക്യയിലായിരുന്നു ഇവര് പത്രോസിന്റെ സിംഹാസനം. അന്ത്യോക്യയില. അതെ, അപ്രയം കരിയും പാത്രിക്കിസ്വ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൽ ഇരിക്കുന്നത്. അത് ഓർത്തഡോക്സിന്റെയാ? യാക്കോബായ സഭയുടെ അധ്യക്ഷൻ, ആ ഒറിജിനൽ പത്രോസിന്റെ പിന്തുടർച്ച. പക്ഷെ ഇവരെ പറയുന്നത് ഇവർക്ക് പല പിന്തുടർച്ചയെന്നാണല്ലോ. നാറുകളും പലതും പറയും, അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ഇവര് നമ്മുടെ എല്ലാവരും സഭകളുടെ ഇവിടെ വിശുദ്ധ നമ്മുടെ കുർബാന സഭകളുടെ എല്ലാ കൊടുക്കുന്നില്ലെന്നാണ് ഇവിടെ പ്രശ്നം. അതാണ് ഇവിടെ ഇപ്പൊ ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അല്ല, എല്ലാരും ഇവരുടെ അടിമകളായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയാ ഇവരിങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന. ഇവരുടെ കീഴിൽ എല്ലാരും സഭകളും ആയിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഇവർ. എല്ലാ സഭകളും ഇവരാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാ ഇവരുടെ വിചാരം. ഇവര് പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ബാക്കിയുള്ള സഭകൾ പോകല്ലെന്നൊക്കെ ഉള്ള ചിന്ത ഇവർക്ക്. കാത്തലിക്സിന് ഈ ക്ലബ് ഹൗസിൽ വന്നിട്ടാ ഞാൻ ഇവരെ ഈ സംസാരം കേട്ടിട്ട് ഇവര് മൊത്തം അധികാരം ഇവരുടെ കയ്യിലാന്നുള്ളതൊക്കെ കേൾക്കുന്നത്. ഇവിടെ ഈ പിള്ളേർ ക്ലബ് ഹൗസിലെ കുറെ ഇത് എന്തോ പറയാ മഞ്ഞ മാറാത്ത പിള്ളേർ വന്നിട്ട് ഇവിടെ കിടന്ന് വെള്ളം വെക്കുന്ന കാണുമ്പോഴാണ് നമ്മളറിയും. നമ്മൾ പഠിച്ചിട്ടുള്ളത് കൂനം കുരിശ് കത്തിയൊക്കെ നമ്മുടെ സഭ പഠിപ്പിച്ചേക്കും. ഇവര് നമ്മളോടൊക്കെ ചെയ്ത കാര്യങ്ങളും ഇവര് പറയുന്ന ഇവർക്കാ കൈവപ്പ് കിട്ടിയത് തൈലാഭിഷേകം ഇവരേതാണ് ഒറിജിനൽ. ബാക്കിയുള്ളവരെ എല്ലാം ആ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ അഭിഷേകം അവരുടെ പെണ്ണുങ്ങൾക്കാ കിട്ടിയ. അവരുടെ അറബി ഈ പറങ്കികൾ അവിടെയൊക്കെ വീട് വഴി കയറി ഇറങ്ങി. അത്രേ ഉള്ളൂ. ഛേ, മർത്തോമ സഭ ഉണ്ടായിട്ട് 130 കൊല്ലമായിട്ടില്ല, അതിൽ കൂടുതലുണ്ടായിരുന്നു. മാർത്തോമാ സഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർവേർട്ടഡ് ചർച്ച്. തിരിച്ചു പാടും യാക്കോബായി വന്നു ചേര്. എന്നാ കോപ്പ് സഭയാ. മരിച്ചവരുടെ വേണ്ടി ഒരു ഓർമ്മയില്ല ഈ ലോകത്തില്. ഒരു SNDP പോലെയുണ്ട് മാർത്തോമാ സഭ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മള് യാക്കോബെ വന്നിട്ട് അവര് സഭയില്ലല്ലോ, നമുക്കെല്ലാം ഇവര് പിടിച്ചില്ലേ, ഓർത്തഡോക്സുകാര് പിടിച്ചെടുത്തില്ലേ. അന്നേരം ഇപ്പൊ തന്നെ ഞങ്ങളുടെ മർത്തോമ സഭ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ മർത്തോമ സഭയാണല്ലോ യാക്കോബക്കാർക്ക് ഒരു ദിവസം ഏതോ അത് അനുവദിച്ച് പള്ളിയിൽ കൊണ്ടുവന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പം ആ ശവം അടക്കാൻ വേണ്ടി ആരാ കവർ കൊടുത്തേ? സ്വന്തം കബറിലാണോ അടക്കിയത്? അതിപ്പം മരിക്കുമ്പോ ആരും സ്വന്തം കബർ ഉണ്ടാക്കി വെക്കത്തില്ലല്ലോ. അന്നേരം കർത്താവായ യേശു യേശു അങ്ങനെ ക്രിസ്തു സഞ്ചരിച്ച കഴുത ആരുടെ കഴുതയായിരുന്നു? കർത്താവായ യേശു ജനിച്ചപ്പോ കിടത്തിയ പുൽത്തൊട്ടി ആരുടേതായിരുന്നു? മാർത്തോമക്കാരുടെ പുൽത്തൊട്ടി കടന്നു. മാർത്തോമക്കാരുടെ കഴുതപ്പുറത്ത് നടന്നു. മാർത്തോമക്കാരുടെ കല്ലറയിൽ അടക്കപ്പെട്ടു. അത്രേ ഉള്ളൂ. ശരിക്കും പറച്ച വിജാതീയനാണ്, ആ ജാതിയിലാന്നോ ചെയ്തത്? ജാതീയന്റെ ആയിരുന്നു. അത്രേ ഉള്ളതേ. സഹോദര, മാർത്തോമ സഭയെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ് പോലെ ഒന്നുമില്ല. ഞാൻ പക്ഷെ അതാണോ സുറിയാനി? പ്രാർത്ഥിക്കാറുണ്ട് അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ കല്ലുകറകൾ വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ചിലപ്പം നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ ആയിരിക്കാൻ തോന്നുന്നു കൂടുതലായിട്ടുണ്ട്. അത് പേഴ്സണൽ സ്റ്റേക്കാണ്. ഒത്തിരി പേര് ഇന്ന് മാർത്തോമ സഭ, ഈയിടെ മാർത്തോമാരുടെ അച്ഛൻ എന്നെ വിളിച്ച, എല്ലാ ശുപാർശ നിങ്ങളെ കൊണ്ട് തോറ്റു, ശല്യമായി ഉള്ള മാർത്തോമക്കാരും ഇപ്പൊ കല്ലറ തപ്പി നടക്ക്. സഹോദര, യഥാർത്ഥ ക്രിസ്ത്യ വിശ്വാസം മരണത്തിന് അപ്പുറത്തുള്ളതാ. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരത്രയും. മാരാമൻ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കോപ്പ് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. എന്തോന്നാളെ ബൈബിൾ അറിയാമോ മാർത്തോമക്കാരന്? മാർത്തോമക്കാരന് ബൈബിൾ അറിയത്തില്ല. തിരിച്ചു പാടാ, ഒറിജിനൽ പാരമ്പര്യത്തിലേക്ക് മടങ്ങി വാ. കേരളത്തിലെ സകല ക്രിസ്ത്യാനിയും ചൂരലിന് കുണ്ടിക്കടിച്ച് സുറിയാനിക്കാരനാക്കിയിരിക്കും. അതിനാണ് ഇവിടെ ഗ്ലോറിയസ് ഗോസ്പൽ തുറന്നു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അയ്യോന്ന് കാറിക്കൊണ്ട് നീയൊക്കെ സുറിയാനി പക്ഷെ വിശ്വാസം ഏറ്റു പറയും. പക്ഷെ സെറിയൻ ഇന്നലെ ചർച്ച് എന്നായിരുന്നു അച്ഛാ പക്ഷെ പേര്. ഇന്നലെ പക്ഷെ ഇന്നലെ ആദം അപ്പുറത്തിരുന്ന് പറഞ്ഞത് ഷിബു
പീഡിയക്കലിനെ പള്ളി എന്താ അച്ഛന്മാരോ ആദമെന്ന് പറയുന്ന വല്യന്മാരോ അവന് വിളിക്കുന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ കുർബാന അനുഭവിച്ചിട്ടുണ്ടോ? അവന്റെ ജീവിതത്തിൽ അവന് കുർബാന കിട്ടിയിട്ടുണ്ടോ? അവന്റെ അപ്പന് കിട്ടിയിട്ടുണ്ടോ? അവന്റെ അപ്പൂപ്പന് കിട്ടിയിട്ടുണ്ടോ? അവന്റെ അപ്പനെ അപ്പൂപ്പനെ അവനെ അടക്കം ഊമ്പിച്ച് തേച്ച് വിട്ട അച്ഛന്മാരോട് അവൻ ചോദിക്കണ്ടേ? തെണ്ടികളെ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? വിശുദ്ധ കുർബാന എന്താണെന്ന് പകലോമറ്റത്തിന് അറിയാവോ? കർത്താവിന്റെ ശരീര രക്തങ്ങൾ അത് ഇവന് കൊടുത്തിട്ടില്ല. ഇത് കൊടുക്കാതെ ഇവനെ വഞ്ചിച്ചു. അത് തെളിവ് സഹിതം ഞങ്ങൾ ഇവിടെ പറയുമ്പോ അത് അങ്ങനെയല്ല എന്ന് പറയാം. ഇതുവരെ ഒരു കത്തോലിക്കനെ കണ്ടിട്ടില്ല. വെൽക്കം. താഴെ ഏതെങ്കിലും കത്തോലിക്കനുണ്ടെങ്കിൽ കയറി വന്ന് മിസ്റ്റർ ഷിബു പീഡിയക്കൽ, താങ്കൾ പറയുന്നത് തെറ്റാണ്, അങ്ങനെ അല്ല പക്ഷെ അവര് എന്ന് കത്തോലിക്കര് പറയാൻ പറ്റുമോ? പറയുന്നതേ കത്തോലിക്സ് പറയുന്ന കത്തോലിക്കരൊന്നും അവര് പറയുന്നില്ലല്ലോ. കൊടുക്കുന്ന ഒറ്റ ഇതാണ് കത്തോലിക്കനോട് ഷോ കുർബാന. അപ്പ് ചെയ്തിട്ടില്ല. ഈ റൂം ഓപ്പൺ ചെയ്ത് അവര് വെച്ചിട്ട് അല്ല 24 മണിക്കൂറായി. കത്തോലിക്കൻ കയറി വാ, കത്തോലിക്കൻ അല്ല കയറി വാ. കത്തോലിക്കൻ പറയുന്ന അവര് കൊടുക്കുന്ന വിശുദ്ധ കുർബാന ഒറിജിനൽ, ബാക്കിയുള്ളവരെല്ലാം ശരിയല്ലെന്നാണല്ലോ അവര് പറയുന്നത്. ഒരു കോപ്പുമില്ല. കത്തോലിക്കൻ ഇന്നും വരെ കുർബാന കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കുർബാന അനുഭവിക്കാൻ യോഗ്യതയാണ് ആ മരിച്ചുപോയ കാര്യത്തിൽ മർത്തോമക്കാര് നല്ല ലക്ഷോപലക്ഷം ഇതില്ല. ഒരപ്പത്തിൽ നിന്നാണ് എല്ലാവർക്കും മർത്തമക്കാര് ഒടിച്ചോടിച്ച് കൊടുക്കുന്നത്. അടിപൊളി. ഒരേ ഒരു 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 അത് ഒരു ശരിയാ കേട്ടോ. പാത്രത്തിൽ നിന്നാണ് അവർക്ക് വീഞ്ഞു കൊടുക്കുന്നത്. അതെന്നാന്നറിയോ ഇവിടെ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ പോയതിന്റെ അതിന്റെ നിങ്ങളുടെ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അതെ, തറവാടിത്തം കൊണ്ടാണ് നിങ്ങൾക്ക് അത് പകലോമറ്റം കിട്ടിയിരിക്കുന്നത്. അറിയോ? അതല്ലേ അതുപോലെ പകലോമറ്റം ആയിപ്പോയത്. പകലോമറ്റം പറഞ്ഞു അവരുടെ കുർബാന, വിശുദ്ധ കുർബാന തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല. അവിടെ സാധാരണ വിശ്വാസികൾക്ക് അത് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ സംഗതി. അവരുടെ അത് ശരി. അച്ഛന്മാര് മാത്രമാണ് അവർക്ക് ആ മുറിച്ചല്ലല്ലോ കൊടുക്കുന്നത്, ഞങ്ങൾക്ക് മുറിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ രാവിലെ പള്ളിയിൽ പോകാൻ പോവാ, ആ നമുക്കൊന്നും നമ്മുടെ മുറിക്കാനില്ല. പള്ളിയിലൊക്കെ അങ്ങനെ അതാ കൊടുക്കുന്നത്. അവരിങ്ങനെ അടിപൊളി. ചോദിച്ചു. കണ്ടിട്ടുണ്ടോ? അതാണ് പാരമ്പര്യം. അതാണ് ആ അപ്പൻ മുറിച്ചു അതാണ്. കൊടുക്കുന്നത്. ഒരു മിനിറ്റ് അതാണ് പാരമ്പര്യം. നിക്കച്ച, ഒരു സെക്കൻഡ്. അതാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കഴിഞ്ഞ ദിവസവും അതിന്റെ മുമ്പിലത്തെ ദിവസവും ഒക്കെ പറഞ്ഞത്. അല്ലാണ്ട് ഇവിടെ ആരെയും അവഹേളിച്ചിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ആ ഒരു പൊത്തിൽ നിന്ന് ഇന്നലെ അവര് 10 പൈസ. പറയുന്നത് എല്ലാവർക്കും കൂടെ വലിയ അപ്പം മുറിച്ചു കൊടുക്കാൻ, വലിയ അപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇന്നലെ ആദ്യം ചോദിക്കാം. ഇന്നലെ ആ തോമസ് ആ ഉണ്ടായിരുന്നു ലൈവില്. വല്ല പറ്റണമെന്നേ. ക്രെയിൻ അല്ല ക്രെയിൻ ഒരു മിനിറ്റ് കൊണ്ടുവരണോന്നൊക്കെ റോയിച്ച ഒരു സെക്കൻഡ്. അതെ, ക്രൂശിൽ കയറി കർത്താവ് ഇത്രയും അടിയും കൊണ്ട് രക്തവും വാർന്ന് ജീവൻ കൊടുത്തപ്പോ ഒരു വലിയ അപ്പം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അല്ല, നാറികളെ ഏതോമാരാണ്. അവിടെ നിൽക്കേ തോമാച്ച. ചൊവ്വായിലോട്ട് പേടകം വിടുന്ന 2023 ഒരു അപ്പം ഉണ്ടാക്കാൻ പറ്റാത്ത നീയൊക്കെ പോയി തൂങ്ങിച്ചാകടാ. നീ അത് കോപ്പം തന്നെ. പറഞ്ഞിട്ട് വരുന്നു. എടാ അതെ, നാറി, നിനക്കൊരു അപ്പം ഉണ്ടാക്കാൻ കഴിവില്ലേ? പോയി തൂങ്ങിച്ചാകടാ പോ. അതെന്തൊരു ന്യായമാണോ? ഈ ചാൾസ് വൃത്തികെട്ടവന്മാര്. രാജകുമാരന്റെ കല്യാണത്തിന് ഒരു കിണറിന്റെ വലിപ്പത്തിലുള്ള അത്രയും വലിയ ഇതുണ്ടാക്കിയത് ഈ കേക്ക് ഉണ്ടാക്കിയത്. നെയ്റോസ്റ്റാണ്. ഇവന്മാർക്കൊരു അപ്പം ഉണ്ടാക്കാനായിട്ട് മേലെ. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്തു. ഒരുത്തം പാൻ കേക്ക് ഓർഡർ ചെയ്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാ. 3 പാൻ കേക്ക് വന്നു. വലിയ ഓട്ടത്തിലുള്ള കാലിഫോർണിയയിൽ വെച്ചാ. അത് ഒരെണ്ണം പോലും അയാൾക്ക് തിന്നു തീർക്കാൻ പറ്റിയില്ല. അച്ഛാ ഞാനിവിടെ ഇട്ടിരിക്കാം നല്ല ഒന്നാമത്തെ സാധനം ഞാൻ ഉണ്ടാക്കി തരാന്നേ. ഇവന്മാർക്ക് ഇത് വലിപ്പം കുറവാണ്, ഞാൻ ഉണ്ടാക്കി തരാം. മുഴുത്ത സാധനം ഞാൻ ഉണ്ടാക്കി തരാന്നേ. വൃത്തിയോട് അടിപൊളി. പറയാൻ ചെറിയാച്ച ഒരുമാതിരി അശ്ലീലം പോലെ തോന്നുന്നു ചെറിയാച്ച പറയുന്നത് കേൾക്കുന്നു. അത് തന്നെ, ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനെ പറയല്ല അച്ഛാ. അതെ, നിന്റെ സാമാനത്തിന് വലിപ്പം കുറവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞു. എന്തോ ഇത്? അപ്പൊ 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 അങ്ങനെയുള്ള ഈ നാട്ടില് ആ കുർബാന കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്താ കഥ? അപ്പൊ ഇത്രേ പറഞ്ഞുള്ളൂ. ഇതിന്റെ അകത്ത് യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിട്ടില്ല. അവർക്കത് വേദന. ഞാൻ അന്നും പറഞ്ഞു ഇതൊരു ഭയങ്കര വലിയ വേദനയാവും ആളുകൾക്ക്. കാരണം ഇത്രയും നാളും അനുഭവിച്ചതൊക്കെ വേസ്റ്റ് ആയല്ലോ. അല്ലെങ്കിൽ ഈ അതിരാവിലെ എഴുന്നേറ്റ് 6 മണിക്കും 7 മണിക്കും ഒക്കെ ഓടിയതൊക്കെ വെറുതെ ആണല്ലോ. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കാമെന്ന് ഓർത്ത് പോയിട്ട് അത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ഉണ്ടാവും എന്നുള്ളൊരു ഒരു 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 വിഷമം അത് ഞാൻ രേഖപ്പെടുത്തിയായിരുന്നു. അതിലപ്പുറത്തേക്ക് ഈ കാണിക്കുന്ന ശുദ്ധ പോക്രിത്തരല്ലേ. എന്നാൽ ആ ഒരു തൊട്ട് ഒടിച്ച് അതെങ്കിലും ഒടിച്ച് 2-4 പേർക്കായിട്ട് കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ലേ? അങ്ങനെയല്ലല്ലോ അത് കർത്താവ് പറഞ്ഞത്. 4 മടക്കി അച്ഛന്റെ അണ്ണാക്കിലോട്ട് വെക്കും. ഒരു അല്ല, 4 കൊടുക്കും. നേരത്തെ തന്നെ എടാ എന്നാ ഞാൻ അത് മുറിച്ചിട്ട് 3 പേര് ആ സ്റ്റേജിൽ നിൽക്കുന്ന 3 പേർക്ക് കൊടുത്ത് ഒരു കഷ്ണം അച്ഛനും തിന്ന് ബാക്കി ജനങ്ങൾ